2025 നടന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറുമായിട്ടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അത് ശരിയാണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അത് ശരിയാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. തെറ്റാണ്. സോ 1ഉം 2ഉമാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഫക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ, നർമ്മദ. 1, 2, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? വാഗ്ഭടാനന്ദ ഗുരു കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റി ശരിയായുള്ളത് 1, 2, 3 എന്നുള്ളതാണ് ശരി. അപ്പോൾ എന്താണ്? കണ്ണൂർ ജില്ലയിലെ പാട്യാലത്താണ് ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദ്. 914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. 914 ശിവയോഗി വിലാസം. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? ഇത് PSC അന്ന് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഫായി ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി. അതും ശരിയാണ്. 1, 2, 3 എന്നുള്ളതാണ് ശരിയായ ആൻസർ. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സതിഹിത ബോധിനിയാണ് പെടാത്തത്. പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, തൂഫ്തുൽ മുഹഹിദ്ദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഇത് 3ഉം ആരുടെയാണ്? രാജാറാം മോഹൻ റോയിയുടെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. ഇത് രണ്ടുമാണ് ശരി. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരുമാണ്. കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ എന്നുള്ളത് റിപ്പീറ്റഡ് ചോദ്യമാണ്. പ്രസ്താവനകളിൽ ശരിയേത്? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്തലി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അപ്പോൾ എല്ലാം ശരിയാണ് കേട്ടോ. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? നെയ്തലി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്ന് എഴുതുക. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ എന്നുള്ളതാണ് തെറ്റ്. ഓക്കെ, 1ആണ് തെറ്റായിട്ടുള്ളത്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇൻ്റർപോൾ ലിയോ. അപ്പോൾ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇൻ്റർപോൾ ലിയോ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. ആസാം ഹിമാലയ പർവ്വത നിരകളിൽ ഉയരം കൂടിയത് ഏതാണ്? നമച്ച ബർവയാണ് കേട്ടോ. നമച്ച ബർവയാണ് ആസാം ഹിമാലയങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമേതാണ്? കരീവയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം.
റാറ്റ് ഹോൾ മൈനിങ് ആണ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് ഓക്സ്ബോ തടാകങ്ങൾ എന്നാണ്. ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 ബ്രിക്സ് ഉച്ചകോടി കസാൻ റഷ്യയിലാണ്. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗുർ, ഖണ്ഡസാരി പഞ്ചസാര വ്യവസായവുമായിട്ടാണ്. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്നത്, ഇത് ഡിലീഷനാണ്. അജണ്ട 21 എന്തിനെ കുറിച്ചായിരുന്നു? ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏതു പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ളവർ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ലഞ്ച് ബെൽ പദ്ധതി കേരളത്തിലാണ് ആവിഷ്കരിച്ചത്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് ഹാരപ്പൻ പ്രദേശം ലോത്തൽ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഇത് ആനി ബസന്റുമായിട്ട് ബന്ധമുള്ളതാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബസന്റാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ആനി ബസന്റാണ്. പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി. സ്വസ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ പദ്ധതി തെലുങ്കാനയിലാണ്. അടുത്ത ഒരു ചേരുംപടിയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. സമത്വത്തിനുള്ള അവകാശം 14 തൊട്ട് 18 വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 തൊട്ട് 28 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിനുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രംഗനാഥ മിശ്ര. അന്യായമായി തടങ്കിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? അമ്മു സ്വാമിനാഥൻ, രാജ്കുമാരി അമൃത് കൗർ, ദാക്ഷായണി വേലായുധൻ, സരോജിനി നായിഡു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി
കബനി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ സംരക്ഷിത മൃഗം വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്?